ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും ആലുവക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന 6 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഒരു കിഴക്കോട്ട് ദർശനത്തോടു കൂടി വരുന്ന ഒരു ഫർണിഷ്ഡ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും ഭാരത് മാതാ കോളേജിലേക്ക് 1.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ മനോഹരമായ വീട് നിൽക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മനോഹരമായ ചുറ്റുമതിൽ കണ്ടു. അവിടെ ഗ്ലാഡിംഗ് ടൈലുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 16 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് തുറന്ന വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കവേഡ് ആയിട്ടുള്ള വലിയൊരു കാർ പോർച്ച് കാണാം. കൂടാതെ 2 വണ്ടി മുറ്റത്ത് പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ളൊരു മുറ്റം ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നാച്ചുറൽ ഗാർഡൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്തായി കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിലാണ് ഈ വീട് പണിതിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലൊക്കെ എല്ലാം പോയി നോക്കാം. അത്യാവശ്യം എല്ലാ ഭാഗത്തും സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബബിൾസ് എല്ലാം ഇട്ട് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. ബാക്ക് സൈഡിലെല്ലാം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ ലഭിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ ഹൃദയഭാഗത്താണ് ഈ ഒരു വീട് നിൽക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാൻ ആക്സസ് ഉള്ളൊരു ഏരിയ തന്നെയാണ്. കൂടാതെ ഫ്ലഡിൻ്റെ ഇഷ്യൂ ഇല്ലാത്തൊരു ഏരിയ കൂടിയാണ്. 2 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും ലോ കോളേജ് അടക്കം എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചുറ്റുഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി വീടിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് വരാം. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം കാണാം. ഇവിടെ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4-5 ചേറിട്ടിരിക്കാവുന്നൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും തേക്കും തന്നെയാണ്. ചട്ടങ്ങളെല്ലാം ആഞ്ഞിലിയും ബാക്കിയുള്ള മരങ്ങളെല്ലാം തേക്കിൽ തന്നെയാണ് നിർമ്മാണം. കിഴക്ക് ഭാഗത്തേക്കാണ് ദർശനം വരുന്ന രീതിയിലുള്ള ഡോറ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോളിലേക്കാണ്. 2700 സ്ക്വയർ ഫീറ്റ് വരുന്നത് കൊണ്ട് തന്നെ എല്ലാ സ്പേസും നല്ല വിശാലമായിട്ടുള്ളതാണ്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റ് എല്ലാം കാണാം. ഇവിടെ ഫ്ലോറിങ്ങിനായി 5 അടി നീളവും 4 അടി വീതിയും വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമുള്ളൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഏരിയയിലെല്ലാം വലിപ്പമുള്ള വിൻഡോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ വിൻഡോയും പാനലിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഡൈനിങ് ഹാള് തന്നെയാണ്. വിശാലമായ ഡൈനിങ് ഹാള് തന്നെയാണ്. ഒരു വീടിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നൊരു ഏരിയ ഡൈനിങ് ഹാള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബിൽഡർ ഈ ഒരു സ്പേസ് ലാവിഷായി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഹാളിലേക്ക് ഓപ്പൺ കിച്ചൺ വരുന്ന രീതിയിലാണ് കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടാതെ ഒരു ക്രോക്കറി ഷെൽഫെല്ലാം കൊടുത്താണ് ആ ഒരു ഓപ്പൺ സ്പേസ് നിർമ്മിച്ചിട്ടുള്ളത്. അത് മൾട്ടിവുഡിലാണ് നിർമ്മാണം. ഒരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം കവർ ചെയ്തിട്ട് ഇരിക്കുന്നത്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായ ഒരു കിച്ചൺ തന്നെ നമുക്ക് കാണാം. വലിപ്പമുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് ഈ കിച്ചണിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. ഒരു ചിമ്മിനിയും ഹോബെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഈ കിച്ചണിൽ വലിപ്പമുള്ള സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷനും അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നു. കിച്ചൻ്റെ പുറത്തായി നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള വലിപ്പമുള്ളൊരു സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ലഭിക്കുക. ബേ വിൻഡോ വരുന്ന രീതിയിലാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും സീലിംഗ് ഫാനുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കട്ടിലും ബെഡും വരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ബെഡ്റൂമിൻ്റെ നിർമ്മാണം. ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ കാണുന്ന ഭിത്തിയിൽ മനോഹരമായ വാൾപേപ്പറുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. വലിപ്പമുള്ള ബേ വിൻഡോ രീതിയിലുള്ള കബോർഡ് വർക്കാണ് ഇവിടെ കാണാൻ കഴിയുക. ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് പോയി നോക്കാം. വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കോട് കൂടി വരുന്ന ജാഗൂറിൻ്റെ സാനിറ്ററീസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ആ ഒരു ക്ലോസറ്റ് ഇനി സെറ്റ് ചെയ്യാനുണ്ട്. ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ആദ്യം കണ്ട ബെഡ്റൂമിന് ഏകദേശം 15 അടി നീളവും 12 അടി വീതിയും ലഭിക്കുന്നെങ്കിൽ ഈ ബെഡ്റൂമിന് 14 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്നുണ്ട്. ഇവിടെയും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം കൊടുത്തു തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിട്ടുള്ളത്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ തിരിച്ച് ഡൈനിങ് ഹാളിലേക്ക് ചെല്ലാം. ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു മോഡേൺ സ്റ്റൈലിലാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സ്പേസ് കവർ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു ഭംഗിയായ സ്റ്റെയർ കേസ് നമുക്ക് കാണാം. ഒരു മോഡേൺ സ്റ്റൈലിലുള്ള സ്റ്റെയർ കേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത് ടഫൻ ഗ്ലാസും ടീക്ക് വുഡും തന്നെയാണ്. സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ള ഒരു ഹോളിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഈ ഒരു ഹോളിൻ്റെ നേരെ കാണുന്ന ഈ ഒരു സ്പേസിലായി അഡീഷണൽ ആയിട്ടൊരു TV റൂം ഉപയോഗിക്കാവുന്ന രീതിയിൽ കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ കാണാം. ഇവിടെ ഫ്ലോറിങ്ങിനായി വുഡൻ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. മുകളിലെ ഹോളിലായി നമുക്ക് കാണാം ഒരു ഷാൻഡലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് കാണാം. ഇനി നമുക്ക് മുകളിലെ നിലയെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു കോർണറിലായി കമ്പ്യൂട്ടർ ടേബിളായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി യൂണിറ്റായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മുകളിലെ നിലയിലും 2 ബെഡ്റൂമാണ് ലഭിക്കുക. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ള ബെഡ്റൂമിന് വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഈ ഒരു വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലാണ് വന്നെത്തി നിൽക്കുന്നത്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും ആലുവക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 3 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂമിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ടും ബെഡും എല്ലാം അവൈലബിൾ ആയിട്ട് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ള ബാത്റൂം ഇവിടെയും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും പോകാനുള്ളത് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ്. അതിനു മുന്നായി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും ആലുവയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന 6 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,28,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.